എല്ലാവർക്കും നമസ്കാരം. ഹോം ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സുസ്വാഗതം. ഇന്ന് ഞാനിവിടെ ഗോബി മഞ്ചൂരിയനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നോൺ വെജ് കഴിക്കാത്തവരുടെ ഒരു ഇഷ്ട വിഭവമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോളിഫ്ലവർ 1/2 കിലോ, പച്ചമുളക് 2 എണ്ണം, ഒണിയൻ അതായത് സവോള 1 എണ്ണം, ഒരു മീഡിയം സൈസ് സവോള എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ഒരു 5 മുതൽ 8 അല്ലി വരെയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ ഓയിൽ 2 കപ്പ് വേണം. മൈദയോ അരിപ്പൊടിയോ ഒരു 5 ടേബിൾ സ്പൂൺ എടുക്കുക. കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ. പിന്നെ വെള്ളം നമുക്ക് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ പഞ്ചസാര ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കണം. പിന്നെ നമുക്ക് 2-3 ഐറ്റം സോസാണ്. ചില്ലി സോസ് അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുവാണെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർക്കുക. പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും നിർബന്ധമാണ്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 8 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കോറിയൻഡർ ലീവ്സാണ്, മല്ലിയില. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു 1/2 കിലോ കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുഴുവോ ഒഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് ചേർക്കണം. എന്നിട്ട് കോളിഫ്ലവർ ഇതിലിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചൊരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് വെള്ളത്തിൽ നിന്നും കോരി മാറ്റണം. അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ടാലും മതി. അതിനുശേഷം കോൺഫ്ലോറും മൈദയും കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. മൈദയ്ക്ക് ഒരു അരിപ്പൊടി യൂസ് ചെയ്താലും കുഴപ്പമില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒരു പാനിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ കോളിഫ്ലവർ പുരട്ടി വെച്ചിരിക്കുന്ന നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല, 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കുറച്ചെടുത്തിട്ട് ആദ്യം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. അത് കഴിഞ്ഞ് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക് ഇട്ട് മൂക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിലോട്ടിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റണം. പച്ചമുളക് വേണ്ടാത്തൊരു പച്ചമുളക് ഇടണമെന്നില്ല, അതിന് പകരം ചില്ലി സോസ് ചേർത്താലും മതി. ഞാനിവിടെ ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്. ഈ സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇവ ക്രമത്തിലൊഴിച്ച് ചൂടാക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കോളിഫ്ലവർ ഇട്ട് ഇളക്കണം. അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തോട്ടിട്ട് ഇളക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നമ്മൾ ഹൈയിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോഴും ഫ്ലെയിം ലോ ആകാൻ ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമാതിരി കട്ട പിടിച്ചൊക്കെ വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഈ വെള്ളം
തിളച്ച് വരുമ്പോഴത്തേക്ക്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്ത് ഇളക്കണം. അതിനുശേഷം ബാക്കിയുള്ള മല്ലിയില കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് ഗ്രേവി നന്നായിട്ട് കുറുകി വരുമ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ സെർവ് ചെയ്യാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.